ഒരു 500K വണ്ടിയിലൊക്കെ പെട്ടെന്ന്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് പ്രവീൺ. ഇനി അടുത്ത വിളിക്കാൻ പോണ ആളുണ്ടല്ലോ. ഞാൻ ഈ ബർത്ത്ഡേയുടെ പരിപാടികളൊക്കെ 2 ദിവസം മുമ്പാണ് പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാനിങ് നടക്കണോ വേണോ ഇങ്ങനെ എല്ലാവരും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ചെയ്യണം, നീ ചെയ്യുന്ന പറഞ്ഞ് ഇജാതി മോട്ടിവേഷൻ തന്നിട്ടുള്ള ഒരാളാണ് എന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് ശൈത്യ. പ്ലീസ്. ഒരു മൈക്കൊക്കെ ആയിട്ടോ കേട്ടോ വരുന്നത്. എന്താ കരുതിക്കൂട്ടി പറയാൻ പ്ലാൻ ചെയ്ത് വരുന്ന പോലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ. ഒത്തിരി സന്തോഷമുണ്ട് നിന്നെ ഇന്ന് ഇത്രയും ഹാപ്പി ആയിട്ട് കാണാൻ പറ്റിയതിൽ. ആൻഡ് ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടായിരുന്നു ബിൻസി. കാര്യം ഫസ്റ്റ് വീക്ക് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണി കിട്ടി, ഒരു ടാസ്കിൽ പുറത്ത് കിടക്കേണ്ടി വന്നു. അന്ന് തൊട്ടുള്ളൊരു വൈബാണ്. ആൻഡ് നമ്മുടെ ഒനീലേട്ടനും സാബുമാനും എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ആ സമയം തൊട്ട് അന്ന് ഇങ്ങോട്ട് നോക്കി ഞാൻ പറയട്ടെ, നിന്നെ പറ്റിയല്ലേ പറയുന്നേ. അവരൊന്ന് സെറ്റിൽ ആവട്ടെ. മരിയ അവരെ ഒന്ന് അവിടെ ഇരുത്തു. FC ബോയ് ആൻഡ് സാബുമാൻ, നിങ്ങളെ വെയിറ്റ് ചെയ്താണ് ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നത് കേട്ടോ. ഓക്കെ, ഗൈസ്, സാബുമാന്റെ വക ഒരു സ്പെഷ്യൽ സർപ്രൈസ് എനിക്കുണ്ട്. അപ്പൊ ഫസ്റ്റ് വീക്ക് തൊട്ട് കിട്ടിയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അതായത് ഞാൻ എവിക്റ്റ് ആയ സമയത്ത് ഞാൻ ഫസ്റ്റിൽ തന്നെ ബിൻസിനെയാണ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവൾ കുറച്ച് ഡൗൺ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നീ വീട്ടിലേക്ക് വാ, നമുക്ക് എന്തായാലും സെറ്റ് ആവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 1 വീക്ക് വീട്ടിൽ വന്ന് നിന്നു. 3 ട്രിപ്പ് പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഹീലായി. സോ അന്ന് തുടങ്ങിയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റീ എൻട്രിയുടെ സമയത്താണെങ്കിലും കുറേ പേര് ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയ ഫുള്ള് ഞങ്ങളെ രണ്ടുപേരും തെറ്റിപ്പിക്കാനായിട്ട് നോക്കി. പക്ഷേ അതൊന്നും നടന്നില്ല. ബിക്കോസ് ബിഗ് ബോസിനകത്തുള്ള ബിൻസി ആരാണെന്ന് എനിക്കും അറിയാം, ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവർക്കും അറിയാം. സോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ കട്ടായിട്ടില്ല. ഇതുവരെ നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടില്ല, പിണങ്ങിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സോ പോടാടുന്നു. So I'm so happy for you. ആൻഡ് എന്താ പറയുക, നീ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നിനക്ക് ഒരുപാട് സക്സസ് ഉണ്ടാവട്ടെ. ആക്ച്വലി ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവള് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് ഡൗട്ടായിരുന്നു. കാര്യം അവൾ ഇതുവരെ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എങ്ങനെയെങ്കിലും ഇത് സെലിബ്രേറ്റ് ചെയ്യണം, അവളുടെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയാക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഞാൻ അങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ നമ്മളുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഡേ നടക്കാൻ പോകുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് നീ നന്നാവണം, അല്ലെങ്കിൽ നീ ഭയങ്കരമായിട്ട് സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. സോ ഐ എം സോ ഹാപ്പി ഫോർ യു. ആൻഡ് താങ്ക് യു സോ മച്ച് എന്നെ മനസ്സിലാക്കിയതിനും എൻ്റെ കൂടെ ഇത്രയും നാളും thank you so much. And this is for you, Binsi Mol. Thank you da. എന്താ പറയാൻ പറ്റും? എക്സ്ക്ലൂസീവ് ആണ്. This is for you, Binsi Mol എന്ന് പറഞ്ഞില്ലേ? ഞാൻ കുറച്ച് ഇമോഷണൽ ആവുമായിരിക്കും. Okay, I don't know. No problem. എല്ലാവരും ക്യാമറ സൂം ചെയ്ത് വെച്ചോ ശൈത്യനെ. തമ്മിൽ പിണങ്ങി പോകല്ലേ, കാണാതെ മായല്ലേ ബിൻസി, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവളല്ലേ, ഹൃദയം മുറിയും അഴലിൻ വെൺതാരം. I love you so much. Thank you so much.
കാര്യം ഞാൻ കുറേ ഡൗൺ ആയിട്ടിരുന്ന സമയത്തൊക്കെ ബിൻസി എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, നല്ല ലെവലിലെത്തണം, ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലുള്ള ഒരാളാണ്. സോ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, നീ ലൈഫിൽ സക്സസ് ആവുന്നത് എനിക്ക് കാണണം. സോ എന്താ പറയുക, എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും അവൾ സക്സസ് ആവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ സൈബർ അറ്റാക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫാമിലി, ചാച്ചനും അമ്മയാണെങ്കിലും പിന്നെ മരിയ കൊച്ച്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി സത്യം പറഞ്ഞാൽ ഒരേ ഫാമിലി പോലെ തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് ചാച്ച, അമ്മച്ചി ആൻഡ് മരിയ, എന്നെ മനസ്സിലാക്കിയതിനും എല്ലാത്തിനും. സോ താങ്ക് യു വിൻസി ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. ആദ്യമായിട്ടാണ് ലൈഫിൽ ഇത്ര ക്യൂട്ടായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, ഇത്ര സ്നേഹത്തോടു കൂടിയുള്ള ഒരു വിഷ് കിട്ടുന്നത്. താങ്ക് യു ശൈത്യ. ഇവള് കരയുന്നതാണ് പറഞ്ഞത്, പക്ഷെ എന്നെ കരയിപ്പിച്ച് കളഞ്ഞു. എന്തായാലും ഇനിയിപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കണം, കുറച്ച് പൊട്ടി പോയിട്ടുണ്ട്. സമ്മതിച്ചടാ, ഞാൻ സമ്മതിച്ചു. താങ്ക് യു സോ മച്ച് ശൈത്യ. ശൈത്യ അത് ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞാന്നുള്ളത് കേൾക്കുമ്പോഴേ അറിയാം. ശൈത്യ ഓരോന്ന് പറയുമ്പോൾ ശൈത്യയുടെ അമ്മ അവിടെ നിന്ന് ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി അടുത്തതായിട്ട് വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത് സാബു മേനയാണ്. വൈകി വന്ന വസന്തം, പ്ലീസ് പ്ലീസ്. നിനക്ക് വേണ്ടിയാണ് ഇത്രയും നേരം ഞങ്ങൾ ഈ കേക്ക് മുറിക്കാണ്ട് വെയിറ്റ് ചെയ്തിരുന്നത്. തുടങ്ങിയോ? എന്നെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു. ആർജവിൻസ് ഞാൻ ഭയങ്കര വൈബാണ് അല്ലേ ആർജവിൻസ്? ഞാൻ എന്ത് പറയാനാ, ഞാൻ അറിഞ്ഞില്ല ഒരു സ്പീച്ച് ഒക്കെ ഇവിടെ ഉണ്ടെന്ന്. പറഞ്ഞിട്ട് പോയാൽ മതി. എടാ നിനക്ക് ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ്. എനിക്ക് നിന്റെ പകുതി കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സത്യം, എനിക്കും അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ എക്സ്പ്രസീവ് ആവാൻ പറ്റിയാനായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം ബിൻസിന്റെ അടുത്ത് കുറെ പഠിക്കാനുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഭയങ്കര വൈബാണ്. നമ്മൾ എപ്പോഴും ഇപ്പൊ കുറെ അല്ല, നമ്മൾ കുറെ ഇവന്റ്സിനൊക്കെ ഒരുമിച്ച് പോകുന്നത്. ഈ ഒരു എന്റെ ഒരു ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് സാബുമാനും ശൈത്യയും ഒരു സ്പെഷ്യൽ പെർഫോമൻസ് എനിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നീ കൂടുതലൊന്നും സംസാരിക്കട്ടെ, ഡാൻസിലൂടെ ബാക്കി എല്ലാം കാണിച്ചാൽ മതി. അതെ, ഞാൻ വിളിക്കും. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് സാബുമാന്റെ ശൈത്യന്റെ ആ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉള്ളതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? ഒന്നുമില്ല, ഇനി ഡാൻസ് കളിച്ച് കാണിച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പല സ്റ്റെപ്പ് ഇതൊക്കെ മാറ്റുമോ മീൻസ് എന്തായാലും അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വൈകി വന്ന വസന്തം. ഹലോ, ഹലോ ബിൻസി. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഫസ്റ്റ് ഓഫ് ഓൾ ബിൻസി ഞാനും ബിഗ് ബോസ് ഹൗസിനകത്ത് വളരെ കുറച്ച് കാലം ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ അല്ലേ? പക്ഷെ ഒരുമിച്ചുണ്ടായിരുന്ന മിക്ക ടീമും, കിച്ചൺ ടീം, വെസൽ ടീം എല്ലാം ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ബിൻസിനെ ഡ്രസ്സിങ് കാണുമ്പോൾ ഉണ്ടാവുക, അന്ന് ബിൻസി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് മറ്റേ ഞാൻ വീക്കെൻഡ് വിക്ഷനിൽ പുറത്തുനിന്ന് ഓട്ടോയിൽ വന്ന് കറക്റ്റ് ആ ഓട്ടോ തന്നെ ബിൻസിനെ ആ നല്ല ഡ്രസ്സിൽ കൊണ്ടുപോയായിരുന്നു. ഓർമ്മയുണ്ടോ? അല്ല ആ സാധനം അത് പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഒരു നല്ല ഡ്രസ്സ് ഇട്ടത് ഇപ്പൊ ഇനിയും ഒരുപാട് നല്ല ഡ്രസ്സുകൾ ഇട്ട് ഒരുപാട് ഉയരത്തിലെത്താൻ വേണ്ടിയാണ്. അന്ന് ആക്ച്വലി നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിനാണ് നമുക്കൊരു നല്ല ഡ്രസ്സ് കിട്ടുന്നത്. ആരും നമ്മളെയൊക്കെ മര്യാദക്കുള്ള ഡ്രസ്സിൽ പുറത്ത് കണ്ടിട്ടില്ല. അത് അതുകൊണ്ട് ആദ്യം നമുക്ക് മറ്റേ എന്താണ് 7ന്റെ പണിയിൽ മറ്റേ പണിപ്പുരയിലെ പണി കിട്ടിയ കാരണം ബിൻസിയുടെ ഒക്കെ ഡ്രസ്സിങ് സ്റ്റൈല് പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പൊ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കായിരുന്നു ജിസേലിനെ ഇന്നലെ കണ്ടപ്പം ജിസേല് പറഞ്ഞത് ആദ്യം ഇവള് നാടൻ പെണ്ണുമ്പിള്ളയായിരുന്നു, ഇപ്പൊ അവള് കുറച്ചുകൂടി അൾട്രാ മോഡേൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, ജിസേല് ഇന്നലെ മീറ്റ് ചെയ്തപ്പോ പറഞ്ഞതായിരുന്നു. എനിവേ കൊള്ളാം കേട്ടോ. പിന്നെ ഇല്ല, എനിക്ക് മൈക്ക് കിട്ടിയ ഭ്രാന്താണ്, അതുകൊണ്ട് ശരിയാണ്. നെവിൻ പറഞ്ഞു ഇന്നലെ ജിസേലും നെവിനും ആര്യനും കൂടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്നലെ രാത്രി ഞാനിപ്പോ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു, കാരണം കുറച്ച് മോഡേൺ ആയിരുന്നു. അതാണ് നെവിൻ പറഞ്ഞത് അല്ലേ? അടിപൊളി. ബിൻസിയുടെ ഡ്രസ്സിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര എന്താണ് പുറത്തിറങ്ങിയിട്ട് കാണാൻ പറ്റും. ബിൻസി ഒരു കുറച്ചാളും കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഡ്രസ്സിംഗ് ഒക്കെ നമുക്ക് കാണാമായിരുന്നു അല്ലേ? മിസ് ചെയ്തു. കാരണം എന്താണ് പറയാ, പിന്നെ ഇപ്പൊ ബിൻസി ചെയ്യുന്ന എല്ലാ പരിപാടിയും നമ്മള് എല്ലായിടത്തും ഉണ്ട് ബിൻസി. കുറെ പേരൊന്നും നമ്മൾ അറിയണല്ലോ എവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് ബിൻസി എവിടെ ഉണ്ട്, എല്ലായിടത്തും omnipresent ആണ് ബിൻസി. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ബിൻസി, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. മരണടിയോ